ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓരോ ശ്ലോകത്തെയും അദ്ദേഹം കഥാപാത്രങ്ങളാക്കി. അപ്പോഴാണ് ഈ മഹാഭാരതം എന്നുള്ള ഈ ബൃഹത് കഥയുണ്ടായത്. അങ്ങനെ ആദ്യം ഗീത, പിന്നെ മഹാഭാരതം, ഗീതയിൽ നിന്ന് മഹാഭാരതം. ഇതാണ് വസ്തുത. ഇവിടെ നമുക്ക് കാണാം, ഈ പറഞ്ഞ എല്ലാ ശ്ലോകത്തിനും കാണാം. ഇവരുടെ പറഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ അത് പറയണമെന്ന് ഞാൻ കരുതിയിട്ട് അങ്ങനെ എന്റെ മനസ്സിനെ തന്നെ ഞാൻ കൺട്രോൾ ചെയ്യുകയായിരുന്നു, നിയന്ത്രിക്കുകയായിരുന്നു. കാരണം സമയം കിട്ടൂല. എന്നാൽ ഇവിടെ അതൊന്ന് കാണിച്ച് പറഞ്ഞിട്ട് പോവാം. ഈ രീതിയിൽ ആളുണ്ടോ? അമൂഢന്മാരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ആളുകള്, നിർമ്മാനമോഹന്മാരായിട്ട്, സംഘദോഷങ്ങളില്ലാത്തവരായിട്ട്, അധ്യാത്മനിത്യന്മാരായിട്ട്, കാമങ്ങളില്ലാത്തവരായിട്ട്, ദ്വന്ദ്വ വിമുക്തന്മാരായിട്ട് ആളുകളുണ്ടോ? മഹാഭാരതത്തെ ഭീഷ്മനെ നോക്കുക. ഇത് വെച്ചിട്ടാണ് ഭീഷ്മനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഭീഷ്മനെ ചിത്രീകരിക്കാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ ശ്ലോകങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതാണ് ഭീഷ്മൻ, ഇതാണ് വിതുരൻ. ആ ഭീഷ്മൻ മാനമോഹങ്ങളില്ലാത്തതുകൊണ്ട് അഭിമാനമില്ല. അദ്ദേഹം മുക്കുവന്റെ കുടിലിന്റെ മുന്നിൽ ചെന്ന് യാചിച്ചു. ഈ നാട്ടിലെ ഭരിക്കുന്ന ശന്തനുവിന്റെ പുത്രനാണ് താൻ. ആ അഭിമാനമൊന്നുമില്ല. അവിടെ ആ മുക്കുവക്കുടിയുടെ മുന്നിൽ ചെന്നിട്ട് യാചിച്ചു, എന്റെ അച്ഛന് അങ്ങയുടെ മകളെ കാളിയെ വിവാഹം കഴിച്ചു കൊടുക്കണം. അപ്പൊ അദ്ദേഹം ചില നിബന്ധനകൾ വെച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കഥയൊന്നും പറയില്ല. നിബന്ധനകൾ വെച്ചു. എന്താ? അങ്ങ് രാജ്യത്തിന് കിരീടാവകാശിയാണ്. അപ്പോ എന്റെ മകളുടെ കുട്ടികൾക്ക് കിരീടം കിട്ടില്ല. ഞാനിതാ കിരീടം വരുത്തിച്ചു. സംഘദോഷമില്ല. കിരീടത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്ന കിരീട അവകാശി യുവരാജാവ് കിരീടം ഉപേക്ഷിക്കുന്നു. ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്നെയോ അങ്ങയെ ചോദിച്ചില്ലെങ്കിൽ അങ്ങയുടെ മക്കൾ ചോദിക്കും, അവർക്ക് അവകാശമുണ്ട്. ഞാൻ ബ്രഹ്മചാരിയായിരിക്കും. ഒറ്റവാക്കി. ഇതെല്ലാം അപ്പോഴാണ്. നമുക്ക് കഥ അറിയാം. മഹാഭാരതം വായിച്ചു നോക്കുന്ന എഴുത്തച്ഛൻ മലയാളത്തിൽ എഴുതി തന്നിട്ടുണ്ട്. അപ്പോഴാണ് ഒരു നിമിഷം ആലോചിക്കുന്നില്ല. അതാണ് വിനിവൃത്തകാമാഹ ത്രികോണം. അങ്ങനെ ആ വിവാഹം നടത്തി. നൈഷ്ഠിക ബ്രഹ്മചാരിയായി, കിരീടം ഉപേക്ഷിച്ചു. എന്നിട്ടും ആ രാജ്യത്തെ രക്ഷിക്കേണ്ടി വന്നു അവസാന ശ്വാസം വരെ. ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ചെയ്യേണ്ട പ്രകാരത്തിൽ ചെയ്തു. അപ്പോഴാണ് വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നത്. അതിന് ഈ മഹാഭാരത യുദ്ധത്തിനൊക്കെ മുമ്പ്, അതായത് ഈ കാളി എന്നുള്ള സത്യവതി, ആ സത്യവതിക്ക് 2 മക്കളുണ്ടായിരുന്നു, വിചിത്രവീര്യനും ചിത്രാംഗതനും. ചിത്രാംഗതൻ ഒരു യുദ്ധത്തിന് മരിച്ചുപോയി. വിചിത്രവീര്യൻ രാജാവായി, മക്കളില്ലാതെ മരിച്ചു. കുടുംബം അന്യം നിൽക്കുന്നു. സത്യവതി കരഞ്ഞു, ഭീഷ്മനോട് പറഞ്ഞു, ഈ കുടുംബത്തെ നിലനിർത്തിയേ പറ്റൂ. അതുകൊണ്ട് നിന്റെ അമ്മയായ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ വിചിത്രവീര്യന്റെ പത്നിമാരായിരിക്കുന്ന അംബികയെയും അംബാലികയെയും സ്വീകരിക്കണം. നീ രാജാവായി കിരീടം വെക്കണം. നീ അവരെ സ്വീകരിക്കണം. അങ്ങനെ നിന്റെ സന്തതി പരമ്പരയിലൂടി ഈ ഭാരതവംശം നിലനിൽക്കണം. ഒരു വംശം, അത് അന്യം നിൽക്കാൻ പാടില്ല. ഭീഷ്മൻ പറഞ്ഞു, സാധ്യമല്ല, സാധ്യമല്ല. അവിടെയാണ് ആ അധ്യാത്മ നിത്യത്വം, വിനിവൃത്ത കാമത്വം. ഒരു സാഹചര്യത്തിലും ആ നിഷ്ഠയിൽ നിന്നിട്ട് ഇളക്കുണ്ടാവില്ല. അപ്പോ സത്യവതി പറഞ്ഞു, എന്ത് ചെയ്യും? അപ്പോ ഭീഷ്മൻ പറഞ്ഞു, ഞാനൊരു പരിഹാരം ഉപദേശിക്കാം. അങ്ങനെയാണ് ഒരു മഹാത്മാവിനെ വരുത്തിയിട്ട് നിയോഗിക്കണം. നിയോഗം എന്നുള്ള കഥ ഇതിനകത്താണ്.
മഹാഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ ശാസ്ത്രം ആപദ്ധർമ്മം എന്നുള്ള നിലയിലാണ്. ആ ആപദ്ധർമ്മം ഭീഷ്മനാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണേ. അപ്പോ ആ അമ്മ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്. ആരാന്ന് ചോദിച്ചു. അത് വ്യാസനാണ്. ഭീഷ്മൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് തൊഴുതു. അദ്ദേഹത്തെ തന്നെ വരുത്തണം. ഇതാണ് ഈ പരമാത്മാവിനെ കാണാനുള്ള യോഗ്യത നേടിയ ആളിന്റെ ലക്ഷണം. നമുക്ക് വ്യാസഭഗവാൻ കാണിച്ചു തരികയാണ് ഭീഷ്മനും കൂടി. ഇതേപോലെ വിതുരനും ഇത് തന്നെയാണ്. ശരശയിൽ ആർക്ക് കിടക്കാൻ പറ്റും? അവിടെ മെത്ത കൊണ്ടുവരാനായിട്ട് ദുര്യോധനോടി, തലയണ കൊണ്ടുവരാനായിട്ട് ദുര്യോധനോടി വേണ്ടാന്ന് പറഞ്ഞു. അർജുനനോട് പറഞ്ഞു, എനിക്ക് തല ഉയർത്തി വെക്കണം. 3 അമ്പ് അടിച്ച് തല ഉയർത്തി വെച്ചു. ആ അമ്പിലാണ് കിടപ്പ്. ശരീരത്തിൽ ഒരു മുട്ടസൂചി കൊണ്ടാൽ മനുഷ്യൻ സഹിക്കില്ല. ഇത് ദേഹമാസകല അമ്പ് തറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. കാരണം എന്തിനാ? ദക്ഷിണായനം കഴിഞ്ഞ് ഉത്തരായനം വരണം, അത് കാത്തു കിടക്കുക. അതൊക്കെ വളരെയേറെ അർത്ഥമുണ്ട് ഇതിനകത്ത്. ഉത്തരായനമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ ഇതാണ്, ഞാൻ ശരീരമാണ് എന്നുള്ള വിദൂരമായ ഒരു സങ്കല്പം പോലുമില്ല. അധ്യാത്മനിത്യാഹ, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്നുള്ള അനുഭവത്തിലാണ് അവിടെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ കിടക്കാൻ പറ്റില്ല. വ്യാസൻ ഈ കഥ ഇങ്ങനെ പറഞ്ഞു തന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഓരോ ശ്ലോകത്തെയും നമുക്ക് ഇതിനകത്ത് കാണാം. സകല ശ്ലോകം, ഇതുവരെ പറഞ്ഞ ശ്ലോകത്തെയും ഇനി പറയാൻ പോകുന്ന ശ്ലോകത്തെയും അവിടെ ഒന്നും ഉദാഹരിക്കാൻ നിൽക്കില്ല. അതാണ് നിർമ്മാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമാഹ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സജ്ഞൈ ഗച്ഛന്ത്യമൂഢാഃ പദമവ്യയം തത്. അങ്ങനെയുള്ളതായ ഈ സത്യത്തെ ആർക്ക് പ്രാപിക്കാൻ കഴിയും? അതിനുള്ള മാർഗം എന്താണ്? അതിനുള്ള മാർഗം ഒന്നേ ഉള്ളൂ. അസംഗ ശസ്ത്രം കൊണ്ട് ഈ മായാമയമായിരിക്കുന്ന ഈ അശ്വത്ഥത്തെ മുറിഞ്ഞു മാറണം. അതിനുള്ള മാർഗം. ഇതല്ലാതെ ഒരു മാർഗവും ഇതിനില്ല. വേറെ ഒരു വഴിയിലും അങ്ങോട്ട് ചെല്ലാൻ സാധ്യല്ല. ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് ലോകാനുഭവങ്ങൾ നേടിക്കൊണ്ട് ആ ബ്രഹ്മത്തെ അനുഭവിച്ചു കളയാം, അഹം ബ്രഹ്മാസ്മി എന്ന് അനുഭവിച്ചു കളയാം എന്ന് വെച്ചാൽ നിവർത്തിയില്ല. അസംഗ ശസ്ത്രം കൊണ്ട് ഇതിനെ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അനുഭവിക്കാം. അങ്ങനെ അസംഗ ശസ്ത്രം കൊണ്ട് ഇതിനെ മുറിച്ചു കളഞ്ഞിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് അനുഭവിച്ചുകൊണ്ട് നടന്ന, ഭൂമിയിലൂടെ നടന്ന ബ്രഹ്മമാണ് നമ്മുടെ ഗുരുനാഥൻ അഭേദാനന്ദ സ്വാമികൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നിലും ഭേദമില്ല, ഭേദചിന്തയില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, പരമാത്മാവ്. അങ്ങനെയുള്ള ആയിരം ഗുരുക്കന്മാരുടെ പാദസ്പർശം കൊണ്ട് പവിത്രമാണ് ഈ ഭൂമി. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവാണ് വ്യാസൻ. ആ വ്യാസനാണ് നമുക്ക് ഗീത തന്നത്. ആ വ്യാസനാണ് മഹാഭാരതം തന്നത്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. അതാണ് ഈ പറയുന്ന ആശയങ്ങളുടെ എല്ലാം അർത്ഥം. അതിന്റെ ഉദാഹരണം വ്യാസം തന്നെ. ഇതിനെല്ലാം ഉദാഹരണം വ്യാസനാണ്. മഹാഭാരതത്തിൽ ആദ്യം അന്തം വേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പടക്കളത്തില് രാത്രിയിലും വരും. കുരുക്ഷേത്ര പടക്കളത്തില് 14-ാം ദിവസം രാത്രിയില് വരും. രാത്രി യുദ്ധത്തിലെ കർണനോട് യുദ്ധം ചെയ്യാൻ യുധിഷ്ഠിരൻ ചാടി പുറപ്പെട്ടപ്പോ കൃഷ്ണൻ അരുത് എന്ന് പറഞ്ഞു. ഘടോത്കചൻ മരിച്ച ദുഃഖത്തില് യുധിഷ്ഠിരന് അത് സഹിക്കാൻ പറ്റുന്നില്ല. യുധിഷ്ഠിരൻ കൃഷ്ണൻ പറഞ്ഞതും കേൾക്കാതെ ആ കർണനെ തീർത്തിട്ടേ ഇനി അടങ്ങും എന്ന് പറഞ്ഞ് പോവാണ്. അവിടെ വന്നു വ്യാസൻ. അവിടെ വന്നു, മഹാരാജാവേ അങ്ങ് തിരിച്ചു പോണം. വ്യാസൻ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞത് അനുസരിച്ചിരിക്കണം. അങ്ങ് ഇപ്പോൾ കർണനോട് യുദ്ധത്തിന് പുറപ്പെടാൻ പാടില്ല, തിരിച്ചു പോകൂ, ആജ്ഞാപിച്ചു. അദ്ദേഹത്തിന്റെ വ്യാസഭഗവാന്റെ കൊച്ചുമകനാണ്, വിളിക്കുന്നത് മഹാരാജാവേ എന്നാണ്. അങ്ങ് തിരിച്ചു പോകൂ. അവിടെ യുധിഷ്ഠിരൻ കീഴടങ്ങി തിരിച്ചു.
നോക്കണം, ഏത് സ്ഥലത്തും ആ ഗുരുനാഥൻ ബ്രഹ്മസ്വരൂപൻ എത്തും, അനുഗ്രഹിക്കും, ചെയ്യേണ്ടത് ചെയ്യും. അവർ ബ്രഹ്മസ്വരൂപരാണ്. അവർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പക്ഷെ വേണ്ടുന്ന ലോക നന്മയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരൊറ്റ മാർഗ്ഗമുള്ള അസംഗശസ്ത്രം. അതുകൊണ്ടാണ് തൊട്ടടുത്തതാ പറയുന്നത്, അതിനെ അറിയാൻ ഈ ഒരു മാർഗ്ഗേ ഉള്ളൂ എന്ന് കാണിക്കുകയാണ്. നതദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. യദ്ഗത്വാ എവിടെ ചെന്നാലാണോ ന നിവർത്തന്തേ മടങ്ങി വരാത്തത്, തത് ധാമ ആ ധാമം ആ ഇരിപ്പിടമാണ് എന്റെ പരമമാ, തത് അതാണ് ആ ബ്രഹ്മമാണ്, മമ പരമം ധാമം എന്റെ പരമമായിരിക്കുന്ന ഇരിപ്പിടം. എവിടെ ചെന്നാലാണോ തിരിച്ചു വരാത്തത് അതാണ് എന്റെ പരമമായിരിക്കുന്ന ഇരിപ്പിടം. ആ പരമമായിരിക്കുന്ന സ്ഥാനത്തെ, എന്റെ സ്ഥാനത്തെ ഇത് പാടിക്കേൾപ്പിക്കുന്നത് യോഗേശ്വരനായ കൃഷ്ണനാണ്. ദേവകീനന്ദനെന്ന് നമ്മൾ കാണും, യശോദാനന്ദനെന്നും കാണും, നന്ദഗോപരുടെ മകനെന്നും കാണും, വസുദേവരുടെ മകനെന്നും കാണും, നമ്മൾ വാസുദേവ എന്നും വിളിക്കും. പക്ഷെ അദ്ദേഹം യോഗേശ്വരനാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയണേ. ശരീരം ഉണ്ടായാലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് തൽക്കാലം ശരീരം അങ്ങനെ നിലനിർത്തി സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അദ്ദേഹം കാണുന്നതും അനുഭവിക്കുന്നതും മുഴുവൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദം മാത്രം. അതാണ് യോഗേശ്വരത്വം. അദ്ദേഹം പറയണേ, എന്റെ ധാമം, എന്റെ ഇരിപ്പിടം തത് അതാകുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ ആരും അത് വിട്ട് തിരിച്ചു വരില്ല. ആ ഇരിപ്പിടം ഏറ്റവും സമുന്നതമാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ സൂര്യനാവില്ല. തത് ഭാസയതേ സൂര്യ, തത് അതിനെ സൂര്യ എന്ന ഭാസയതേ, സൂര്യൻ പ്രകാശിപ്പിക്കുകയില്ല. സൂര്യൻ ഈ ലോകത്ത് മുഴുവൻ പ്രകാശിപ്പിക്കും, ഭൂമിയെ പ്രകാശിപ്പിക്കുന്നു, അതേപോലെ തന്നെ മറ്റെല്ലാ മേഖലകളെയും പ്രകാശിപ്പിക്കുന്നു. പക്ഷേ എന്റെ ഈ ഇരിപ്പിടം ഉണ്ടല്ലോ, എന്റെ ഈ വീട്, എന്റെ ഈ സ്ഥാനം, അതിനെ സൂര്യന് പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ന ശശാങ്കോ ന പാവകഃ, ചന്ദ്രന് ഇതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല, അഗ്നിക്ക് ഇതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ഈ ലോകത്ത്, നമ്മുടെ ലോകത്തില് വെളിച്ചം എത്തിക്കുന്നവരായ ആളുകളിൽ പ്രധാനികള് സൂര്യനും ചന്ദ്രനും അതേപോലെ തന്നെ അഗ്നിയുമാണ്. ഒരേ ആള് തന്നെ 3 രൂപത്തിൽ നിൽക്കുന്നു. ഇതേപോലെ അനേകം രൂപങ്ങൾ ഇവർക്കുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഇത് 3 പറഞ്ഞിട്ട് അവർ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുമെങ്കിലും എന്റെ സ്ഥാനത്തെ പ്രകാശിപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് അവരുടെ സഹായത്തോടുകൂടി അങ്ങനെയുള്ള ഉപകരണം കൊണ്ട് എന്റെ അടുത്തേക്ക് വരാം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. അതിനൊറ്റ മാർഗ്ഗമുള്ള അസംഗശസ്ത്രം.